ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഹിന്ദി മന്ത്ലി ടെസ്റ്റിൻ്റെ ഒരു മിഡ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, നമുക്ക് ഗതിവിധി ഏക്ക് എന്താണെന്ന് നോക്കാം അല്ലേ. ഗതിവിധി ഏക് സൂചന ഗദ്യാംശ് പഠിക്കർ പ്രശ്നോക്കെ ഉത്തരലിഖെ. ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. അപ്പോൾ നമ്മൾ പഠിച്ച ഗദ്യത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ച് നോക്കാം. इस पुनगी से उस पुनगी पर उड़कर जाने वाली चिड़िया इन पत्तों में उन पत्तों में चिपकर गाने वाली चिड़िया. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചിടിയ കഹക്കർ കഹാം ചിപ്പുക്കർ ഗാത്തി ഹെ. ചിടിയ എവിടെയാണ് ഒളിച്ചിരുന്ന് പാടുന്നത്? എവിടെയാണ് നോക്കൂ. പത്തോമേം ഇൻ പത്തോമേം ഉൻ പത്തോമേം ചിപ്പുക്കർ ഗാനെ വാലി ചിടിയ. അപ്പം എവിടെയാണ് ഒളിച്ചിരുന്ന് പാടുന്നത്? ഇലകളിലാണല്ലേ. അപ്പം ആൻസർ എന്താണ്? പത്തോമേം. ഓക്കെ, देन कवि और कविता का नाम लिखकर ഉപരോഗ് പക്തിയോങ്ക ആശയലിഖിയും. അപ്പോൾ ഈ വരികളുടെ ആശയമാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കവിയെയും അതുപോലെ തന്നെ കവിതയുടെ നാമം പരിചയപ്പെടുത്തിക്കൊണ്ട് വേണം ഇതിൻ്റെ ആശയം ഇവിടെ എഴുതാൻ. देन ഗതിവിധി ദോ സൂചന ഇസ് ദുനിയാമേ തരഹ് തരഹ് പക്ഷി. ലോകത്ത് എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള പക്ഷികളുണ്ടല്ലേ. പക്ഷിയോं का बचाना हमारा कर्तव्य है. 5 जनवरी का राष्ट्रीय पक्षी दिवस मनाया जाता है. आपके स्कूल में राष्ट्रीय पक्षी दिवस मनाया जा रहा है. इसके लिए പോസ്റ്റർ തയ്യാർ കരേം. അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണല്ലേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. പക്ഷിക്ക സമാൻ അർത്ഥവാൽ ശബ്ദ ക്യാ ഹെ. പക്ഷി എന്ന സെയിം മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചത്. ഇതിലേതാണ്? ചിടിയയാണ് അല്ലേ. ആൻസർ എന്താണ്? ചിടിയ. ओके, देन गतिविधि 3 നോക്കാം. गद्यांश पढ़कर प्रश्नों को उत्तर लिखिए. इस टाली पर उस टाली इस टाली से उस टाली पर उड़ उड़ जाने वाली चिड़िया लाख बुलाऊं लेकिन मेरे पास न आने वाली चिड़िया. इसका വിപരീത ശബ്ദ ക്യാ ഹെ. ഇസിൻ്റെ വിപരീത ശബ്ദം ഏതാണ്? യെസ്, ഉസ് അല്ലേ. ഏതാണ്? ഉസ്. ഓക്കെ, ദെൻ ശാഖ ശബ്ദಕ್ಕೆ സമാൻ അർത്ഥവാൽ ശബ്ദ ചുനിക്കർ ലിഖിए. ഏതാണ്? ശാഖ എന്ന് പറഞ്ഞാൽ കൊമ്പല്ലേ. അപ്പോൾ ഏതാണ് ആ സെയിം മീനിങ് വരുന്നത്? യെസ്, ടാലി അല്ലേ. ഇവിടെ നോക്കൂ, ടാലി. ടാലി എന്ന് പറഞ്ഞാൽ എന്താണ്? കൊമ്പല്ലേ. ഓക്കെ, ദെൻ ലാഖ് ബുലാനെ പർ ബി ചിടിയ പ്യാസ് ക്യോ നഹി ആതി ഹെ. ദെൻ പാസ് കാ വിപരീത ശബ്ദ ക്യാ ഹെ? ദൂർ അല്ലേ. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ദൂർ എന്താണ്? ദൂരെ അല്ലേ. അപ്പോൾ പാസിൻ്റെ വിപരീത ശബ്ദം എന്താണ്? ദൂർ. ആ ക്വസ്റ്റ്യൻ എന്താണ്? ലാഖ് ബുലാനെ പർ ബി ചിടിയ പാസ് ക്യോ നഹി ആതി ഹെ. ലക്ഷം തവണ വിളിച്ചിട്ടും എന്താണ്? ചിടിയ അടുത്തേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണെന്നാണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ദെൻ ഗതിവിധി 4 നോക്കാം നമുക്ക്. ഗതിവിധി 4 സൂചന ഗദ്യാംശ് പഠിക്കർ പ്രശ്നോക്ക് ഉത്തർ ലിഖിए. ഗദ്യഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. രംഗ് ബിരംഗി സുന്ദർ ചിടിയ ചിൻ കർത്തി പ്യാരി ചിടിയ. ഗദ്യാംശ് പഠിക്കർ പങ്ക്തിയാം ചോടേം. ഈ പദ്യത്തിന് എന്ത് ചെയ്യണം? നിങ്ങൾ കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ വരികളിലൂടെ കൂട്ടിച്ചേർക്കുക. ഓക്കെ, ദെൻ കവിത കേലിയെ ഏക് ഉചിത ശീർഷക് ലിഖിए. അപ്പോൾ കവിതയ്ക്ക് എന്ത് കൂടി വേണം? ഉചിതമായ ശീർഷകം കൂടി കൊടുക്കണം. സുന്ദർ ചിടിയ എന്നോ പ്യാരി ചിടിയ എന്നോ അല്ലെങ്കിൽ വെറും ചിടിയ എന്നോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ദെൻ ചിടിയ കൈസി ഹെ. ചിടിയ എങ്ങനെയുള്ള ചിടിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? യെസ്, രംഗ് ബിരംഗി സുന്ദർ ചിടിയ. സുന്ദർ ചിടിയാണല്ലേ. അപ്പോൾ എങ്ങനെയുള്ള ചിടിയാണെന്ന് നിങ്ങളിവിടെ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.